എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ സ്വാധീനിച്ചിട്ടുള്ള കൊച്ചു ത്രേസ്യയുടെ ഒരു സൂക്തം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് പകരുക. കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ദിവ്യകാരുണ്യ സ്വീകരണം ഒരു പതിവാക്കുക. ആ പതിവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. വേറൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ വരിക, ദിവ്യകാരുണ്യം സ്വീകരിക്കും. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഒരു 25 വയസ്സ് പ്രായം പൂർത്തിയാക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ എടുത്തുകൊണ്ട് പോയത്. പിന്നെ അവൾക്ക് ഇത്രമാത്രം ദിവ്യകാരുണ്യത്തോട് താല്പര്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ച അപ്പനോ അമ്മയാണ്. അമ്മ 3.5 വയസ്സിൽ മരിച്ചു. പെൺമക്കളെ അപ്പൻ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഈ വിശുദ്ധ പങ്കുവച്ചിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയാണ്: എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അൾത്താരയിൽ നിന്നും സമാപിക്കുന്നത് എൻ്റെ കുടുംബത്തിലെ അൾത്താരയിലുമാണ്. ബലിപീഠം മുതൽ ഈശോയുടെ തിരുഹൃദയം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക്. ഇത് അവള് പഠിച്ചത് അവളുടെ അപ്പന്റെ അടുക്കൽ നിന്ന്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രായോഗിക നിർദ്ദേശം ഇത്രയേ ഉള്ളൂ: എടവക പള്ളിയിൽ ബലിയർപ്പണം നടക്കുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയോ കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുത്. ഒരു പൊള്ളുന്ന അനുഭവം ഉണ്ടാകും. ഒരുപാട് വ്യക്തിപരമായ തിരക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോയിക്കൊള്ളുക. പക്ഷേ ബലിയർപ്പണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണം.